കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കമന്റ് ബോക്സ് വന്നിരിക്കുന്ന വളരെ രസകരമായ ഒരു ചോദ്യമാണ്. രസകരം എന്ന് വെച്ചാൽ പേർക്ക് അറിയാവുന്നതും പേർക്ക് അറിയാൻ വയ്യാത്തതുമായിട്ടൊരു ചോദ്യം കൂടെ. പറയാൻ വയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണ വീട്ടിൽ നിന്ന് ആഹാരം വെള്ളമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദോഷമാണെന്നുള്ളത്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ വളരെ പഴക്കമുള്ള ഒരു കല്യാണക്കുറി എനിക്കിടെ കാണാനിടയുണ്ടായി. ഒരു 49-50 കാലഘട്ടത്തിൽ 1900. അപ്പം ആ സമയത്തെ കുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ആളുടെ കല്യാണം ഇന്നിടത്ത് വെച്ച് ചെയ്യുകയാണ്. അപ്പം അതിൽ വരുമ്പോൾ ഒരു ദിവസത്തെ റേഷൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് എഴുതിയേക്കുന്നു. ഓരോരുത്തർ പഴയ കാലത്ത് ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക, അവരോട് ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വെക്കുക, ഒരുമിച്ച് കഴിക്കുക, സന്തോഷമായിട്ട് പിരിയുക, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും ഒരു മരണത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഒരു മരണത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. വളരെ ഒരു വിവാഹം എന്ന് പറഞ്ഞ ആഘോഷമാണ്. മറ്റ് പരവാസ്തോലി ആയാലും ചോറൂണായാലും അങ്ങനെയുള്ളതെല്ലാം വിവാഹ നിശ്ചയം എല്ലാം ആഘോഷങ്ങൾ കാണത്തില്ല. പക്ഷെ ഒരു വിയോഗം, ഒരു ദുഃഖമാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മരണവീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സദ്യയാണ്, ബൊഫയാ. ചിലടത്ത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ഗോപി, ഇല്ലാത്ത ഒന്നുമില്ല. ഊണ്, സദ്യ എല്ലാം ഇഷ്ടമുള്ളത് കഴിക്കാം. ചിക്കനും മട്ടനും ഇല്ലാത്ത ഒന്നുമില്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള അറിവ് കേടുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മരണ വീട്ടിൽ ദഹനക്രിയ ചെയ്യാതെ ദഹനം കഴിയാതെ ഒരു കാരണവശാലും വെള്ളം പോലും തിളപ്പിക്കാൻ പാടില്ല. ദഹനത്തിന് അന്നേരം അവർക്ക് വീട്ടിലുള്ളവർ കഴിക്കേണ്ടതെന്ന് ചോദിക്കും. അടുത്തുള്ള ഏതെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ നല്ല ഹോട്ടലിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിക്കരുത്. ജഡമിരിക്കുമ്പോൾ ഒരിക്കലും ആഹാരം കഴിക്കരുത്. നമ്മൾ ആധുനികശാസ്ത്രമൊക്കെ പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് കൂടുന്തോറും ശരീരത്തിലെ അണുക്കളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ അണുക്കളുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ഈ അണുക്കൾ പെരുകുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ദഹനക്രിയയ്ക്ക് മുമ്പായിട്ട് ജഡ കുളിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ നമുക്ക് ആ അണുക്കൾ കൂടുതലായിട്ട് നിൽക്കുന്ന അന്തരീക്ഷം, ആ അണുക്കൾ നിൽക്കുന്ന ഒരു കാലയളവാണ് ഈ 10 ദിവസം അല്ലെ 11 ദിവസം 16 ദിവസം ഒക്കെ ഓരോ സമുദായക്കാരും പറയാൻ. അപ്പൊ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ ഈ അണുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ ഇതിനാണ് ഈ മരണം നടന്ന വീട്ടിലെ എല്ലാവരും രാവിലെയും വൈകിട്ടും കുളിക്കണം, താടി മുടി വെട്ടാൻ പാടില്ല, മത്സ്യമാംസം കഴിക്കാൻ പാടില്ല, പുറത്തോട്ട് അധികം യാത്ര ചെയ്യാൻ പാടില്ല, മരണത്തിന് വിളിക്കാൻ പോലും പോരുതെന്ന്. മരണം കേട്ടറിഞ്ഞ് വരണമെന്നാണ് പറഞ്ഞത്. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വരേണ്ട അവസ്ഥയാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ അണുക്കൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവിടെ വെച്ച് ഭക്ഷണവും വെള്ളവും കഴിക്കുന്ന അവസ്ഥയിൽ ഇപ്പം എല്ലാവരും വെക്കുന്നൊക്കെ ഉണ്ട് ആഹാരം. പഴയ കാലത്തെ കാര്യം ഞാനീ പറയുന്നത്. നമുക്ക് പലവിധ സാംക്രമിക രോഗങ്ങൾ പിടിപെടാൻ, അവനവൻ്റെ ആയിട്ട് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടാൻ, രോഗപ്രതിരോധ ശേഷി കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ എല്ലാ വൈദ്യശാസ്ത്രവും എല്ലാം കണ്ടെത്തിയിരിക്കുന്ന കാര്യം കൂടിയാണ്. പുരാതനമായിട്ടുള്ള കാര്യം മാത്രമല്ല, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടെ പോയി വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമേ നമ്മൾ 16-നൊക്കെ പോയാൽ കഴിക്കാൻ. സഞ്ചയനത്തിനൊക്കെ ഇപ്പം എല്ലായിടത്തും ഇഡലി, സാമ്പാർ, വട, ചായ, കാപ്പി, ഐസ്ക്രീം ഒക്കെയാണ് കൊടുക്കുന്നത്. വളരെ തെറ്റാ. അങ്ങനെയൊന്നും സഞ്ചയനത്തിനൊന്നും പഴയ കാലത്തും ഭക്ഷണം കൊടുക്കാറ് പതിവേ ഇല്ല. എന്തെങ്കിലും വെള്ളം, ചായ, കാപ്പി, എന്തെങ്കിലും വെള്ളം കൊടുക്കും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പൊലയുള്ള വീട്ടിൽ നിന്ന്, പൊലവാലായ്മയുള്ള വീടുകളിൽ ഭക്ഷണം കഴിവതും കഴിക്കാതിരിക്കുക. 16 കഴിയുമ്പോൾ, 16 അന്ന് അല്ലെ 16 കഴിയുമ്പോഴാണ്, 16 അന്ന് രാവിലെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും കഴിയും, നമുക്ക് പൊല കഴിയും. 16 അന്ന് രാത്രി കഴിയുമ്പോഴേ പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പറയാം. 16 രാത്രി കഴിയുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ അധികാരം, ശുദ്ധ പുണ്യാവത വെച്ചെങ്കിൽ ശുദ്ധമാവത്തുള്ളൂ. അപ്പോൾ 16 നമ്മൾ പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കാന്ന് കൂട്ടിക്കുക. ഞങ്ങൾക്കൊക്കെ 12, 11, 12 ഒക്കെയാണ്. അപ്പോൾ നമ്മളവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞ സദ്യയൊന്നും പാടില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് ഇപ്പോൾ എല്ലായിടത്തും പരിപ്പും പപ്പടവും പായസവും 4 കൂട്ടം പായസമൊക്കെ ഉൾപ്പെടെ സദ്യയാണ് മരിച്ച വീട്ടിൽ. ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിലവിടെ ചെന്ന് 16-ന് കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പം സഞ്ചയനത്തിന് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം നമുക്ക് എന്തായാലും വളരെ നല്ല ഒരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അറിവില്ലാത്തവർക്കായിട്ട് അറിവ് ഞാൻ പങ്കുവെക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കമൻറ്റുകൾക്കുള്ള മറുപടിയെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.